എൻ്റെ ജാതിയോടോ എൻ്റെ രാഷ്ട്രീയത്തോടോ എൻ്റെ നിറത്തിനോടോ എൻ്റെ ഗുണങ്ങളോടോ ഒന്നും ഒരു തിമിരം വെച്ച് കാണാതെയും അല്ലേ നുകർന്നറിയാതെയും ഒക്കെ വളരെ ഒരു സോഫ്റ്റ് ഹാർട്ടഡായിട്ട് വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് ഒരു അനാലിസിസ് നടത്തും. എന്നെക്കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ എൻ്റെ ആ ഒരു ചെയർ കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ ഞാനും കൂടി ഭാഗമായ ഒരു ഭരണവർഗത്തിൻ്റെ ഗുണഭോക്താക്കൾ മുന്നോട്ട് വരൂ. ഞാൻ തള്ളാൻ വരില്ല. ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. എല്ലാവരും വരൂ. കോവിഡ് കാലത്ത് വന്ന കോവിഡിന് ഞാൻ 10 പേർക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ 10 പേരല്ല വരുന്നത്. അത് കാരണം ഒരു ഫ്ലൈറ്റ് വീഴുമ്പോൾ അതിനകത്ത് വേറെ ഒരു 200-250 പേരും കൂടിയാണ് വരുന്നത്. പൃഥ്വിരാജനും ബ്ലസ്സിക്കും വേണ്ടി ഒരു അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വന്നു 180 പേര് ജോർഡാനിൽ നിന്ന്. അത് പൃഥ്വിരാജ് കാരണം തന്നെ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷനിൽ വന്നു എന്നുള്ളത് നിങ്ങൾ ഉടനെ പൃഥ്വിരാജിനെ താൻ ഉണ്ടാക്കത്തുള്ളൂ എന്ന് ചോദിക്കുന്ന വർഗത്തിനോട് എനിക്ക് ഭയങ്കര വെറുപ്പ്, പുച്ഛമാണ് കേട്ടോ. ഇത് ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ അതിനുള്ള വാക്ക് പറയുന്നില്ല, ഇല്ലെങ്കിൽ നല്ല വാക്കുണ്ട് പറയാൻ. അത് പറയും, ഞാൻ പറയുന്ന ആളാണ്. കാരണം കൃത്യമായി ശുദ്ധമായ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത്. ഉടനെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് ഒന്നും നിങ്ങൾ പറയരുത്. 2004 മുതൽ 2013 വരെ എത്ര ലക്ഷം കോടി ഓയിൽ ബോണ്ട് ഇന്ത്യയെ കടപ്പെടുത്തി. ആ കടം തിരിച്ചടയ്ക്കേണ്ടത് ഒരെതിർ രാഷ്ട്രീയവും പറയരുത്. അത് ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള ബാധ്യതയാണ്. അത് തീർക്കേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? അല്ല, എക്സ്ചക്കറിൽ നിന്നാണ്. ആ എക്സ്ചക്കറിൽ നിന്ന് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡുകൾ, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യമായിരുന്നില്ലേ? ഇപ്പോൾ ഏതാണ്ട് 25 ഹൈവേകളാണ് 2023 ജൂണോടുകൂടി നിലവിൽ വരാൻ പോകുന്നത്. ഉടനെ നിങ്ങളെന്തിനാ പറയുന്നത് ഇത് 24 ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന്? അതെന്ത് വൃത്തികെട്ട രാഷ്ട്രീയ ചിന്താഗതിയാണ് അല്ലേ? ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം വരുന്നത്? ഇല്ലേ, നിങ്ങൾ ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ ഇതിനകത്ത് ഇംപെൻഡിങ് ആണ്. അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചേക്കും, ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന എത്ര ലക്ഷം കോടി UPA സർക്കാർ കടമെടുത്തു, അതെവിടുന്ന് തിരിച്ചടയ്ക്കണം? ഇതിനെ സംബന്ധിച്ച് കലാരൂപങ്ങളിലായാലും വേദികളിലായാലും പ്രസംഗിക്കുന്നവർ ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി തരിക. അത്രേ പറയാനുള്ളൂ.